ഇനി നമുക്ക് നേരെ പാകിസ്ഥാനിലേക്ക് പോകാം. പാകിസ്ഥാനിൽ വിവാഹ ചടങ്ങിനിടെ ചാവേർ ആക്രമണം. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. 10 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഈ നിർണായക വാർത്തയുടെ നിർണായക വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സാന്ദ്ര ചെയ്യുന്നുണ്ട്. സാന്ദ്ര, വെരി ഗുഡ് മോർണിംഗ്. ഈ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും ചാവേർ ആക്രമണവും ഒക്കെ കൊണ്ട് അവിടുത്തെ ക്രമസമാധാനം ആകെ മൊത്തം തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഒരു വിവാഹ ചടങ്ങിനിടെ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സാന്ദ്ര ഈ ചാവേർ ആക്രമണം? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് സാന്ദ്ര? അശ്വതി, ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള പഖ്തൂണിലാണ് ഒരു വിവാഹ ചടങ്ങിനിടെ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു ചാവേർ എത്തുകയും സെൽഫ് ബോംബിലൂടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. 5 പേർ മരിക്കുകയും 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആ ആക്രമണത്തിൽ ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ ആഘോഷം നടന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുകയാണ് പ്രധാനപ്പെട്ട അപകടങ്ങളിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അത്തരത്തിൽ മേൽക്കൂര തകർന്നു വീണതോടെ അപകടത്തിൻ്റെ വ്യാപ്തി വലുതാകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനിയും മരിച്ച ആളുകളുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, പഖ്തൂൺ മേഖല എന്ന് പറയുന്നത് തെഹ്രീക്ക് താലിബാന് വളരെയധികം സ്വാധീനമുള്ളൊരു മേഖലയാണ്. ഈ അടുത്ത അഫ്ഗാനിസ്ഥാനിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അതേപോലെ തീവ്ര മതസ്വഭാവമുള്ളൊരു ഗവൺമെൻറ് പഖ്തൂൺ മേഖലയിൽ വരണമെന്ന് വളരെയധികം പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. അവരാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ആരും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടി പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് തെഹ്രീക്ക് താലിബാനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനിലെ തന്നെ ഒരു സർക്കാർ അനുകൂലമായിട്ടുള്ള നേതാവ് അസ്ലം മുഹമ്മദ് മസൂദ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ താലിബാൻ തീവ്രവാദികളുടെ പട്ടികയിൽ പേരുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അശ്വതി, സാന്ദ്ര, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടിയും പോലീസ് അടക്കം പറയുന്നത് തെഹ്രീക്ക് താലിബാൻ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ്. സാന്ദ്രയാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.